വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7 സെമിസ്റ്റർ ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ ഡ്രഗ് തെറാപ്പി ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡയബറ്റിസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ്? ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്നത് ഫാർമക്കോളജീൻ്റെ ബ്രാഞ്ചാണ്. അത് മെയിനായിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡ്രഗ്, ഡോസേജ് ഫോം, ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റിനൊക്കെ സെലക്ട് ചെയ്യുന്നതായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡ്രഗ്, ഡോസേജ് ഫോം, ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇതിനൊക്കെ സെലക്ട് ചെയ്യുന്നതിന് ഡീൽ ചെയ്യുന്ന ഫാർമക്കോളജീൻ്റെ ബ്രാഞ്ചാണ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ്. പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റേജാണ് ഡിസീസിൻ്റെ എന്നത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സേഫ് ആൻഡ് എഫക്റ്റീവ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് തെറാപ്യൂട്ടിക് ഔട്ട്കം അച്ചീവ് ചെയ്യുക എന്നതാണ്. എന്താണ് ഡയബറ്റിസ് മെലിറ്റസ്? അതിന് നമ്മൾ ഷോർട്ടായിട്ട് DM എന്നും പറയുന്നുണ്ട്. ഈ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഹൈപ്പർ ഗ്ലൈസീമിയാണ് അവിടെ മെയിനായിട്ട് അതിന് കാണിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെറ്റാബോളിക് ഡിസോർഡർ ആണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്താണ്? ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് മോർ ദാൻ 126 mg/dl, അതായത് ഡെസിലിറ്റർ. അപ്പോൾ 126 mg/dL കൂടുതലാണ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ. അതേപോലെ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 200 mg/dl കൂടുതലാണെങ്കിൽ എന്തുണ്ടെന്നാണ്? ഡയബറ്റിസ് ഉണ്ട് എന്നാണ് അർത്ഥം. അതാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഡിസോർഡർ ആണ്. ഇനി ഈ DM കാരണം ഉണ്ടാവുന്ന ലോങ് ടേം കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഐസിനെ ആണെങ്കിൽ റെറ്റിനോപ്പതി, കാറ്ററാക്ട്, റെഡ്യൂസ്ഡ് വിഷ്വൽ ആക്വിറ്റി. കിഡ്നി ആണെങ്കിൽ നെഫ്രോപ്പതി, നെർവ്സ്, പെരിഫറൽ ആൻഡ് ഓട്ടോണോമിക് ന്യൂറോപ്പതി. ലിവർ, ഹെപ്പാറ്റോമെഗാലി. സ്കിൻ ഡിസ്കളറേഷൻ. ജോയിൻസ്, ഹാൻഡ് സ്റ്റിഫ്നെസ്, ലിമിറ്റഡ് മൊബിലിറ്റി. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റിസ്. ഡയബറ്റീസിനെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്, അതിനെ തന്നെ നമ്മൾ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നൊക്കെ പറയും. ഈ ജുവനൈൽ പറഞ്ഞു കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. അതധികം ചെറിയ കുട്ടികളിലാണ് ഉണ്ടാവുക. ഇത് ബീറ്റ സെൽ ഡിസ്ട്രക്ഷൻ ഇൻ പാൻക്രിയാസ് കാരണമാണ് ഉണ്ടാകുന്നത്. പാൻക്രിയാസിൽ ബീറ്റ സെല്ലിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണമാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ആണ്. ടൈപ്പ് 1A ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇഡിയോപ്പതിക് ആയിരിക്കും ടൈപ്പ് 1B ആണെങ്കിൽ. അടുത്തത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അതിന് നമ്മൾ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നും പറയും. പെരിഫറൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. അടുത്തത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇത് പ്രഗ്നൻസി സമയത്ത് ചിലവർക്ക് ഡയബറ്റിസ് കൂടുന്നുണ്ട്. ആ ഒരു കണ്ടീഷനാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. അതർ സ്പെസിഫിക് ടൈപ്സ് ഉണ്ട്. അതായത് ജെനറ്റിക് ഡിഫക്ട്സ് ഓഫ് ബീറ്റ സെൽ ഫംഗ്ഷൻ്റെ എന്തെങ്കിലും ജെനറ്റിക് ഡിഫക്ട്സ് കാരണം അല്ലെങ്കിൽ ഇൻസുലിൻ ആക്ഷൻ്റെ എന്തെങ്കിലും ജെനറ്റിക് ഡിഫക്ട്സ് കാരണമൊക്കെ ഉണ്ടാവുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഇനി ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓരോ ഫീച്ചേഴ്സും ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും കമ്പയർ ചെയ്തിട്ട് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. കോസ് എന്താണ്? ടൈപ്പ് 1 ആണെങ്കിൽ ബീറ്റ സെൽ ഡിസ്ട്രക്ഷനും ടൈപ്പ് 2 ആണെങ്കിൽ പെരിഫറൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ആണ്. പിന്നെ ഇവിടെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ടൈപ്പ് 1 ഇസ്ലെറ്റ് സെൽ ആൻറ്റിബോഡി പ്രസൻ്റ് ആയിരിക്കും, ടൈപ്പ് 2 ആബ്സെൻ്റ് ആയിരിക്കും. ഇവിടെ ജെനറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 വീക്കും ടൈപ്പ് 2 സ്ട്രോങ്ങും ആയിരിക്കും. ഏജ് യൂഷ്വലി ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 30 ഇയേഴ്സും ടൈപ്പ് 2 മോർ ദാൻ 40 ഇയേഴ്സും ആണ് കാണുന്നത്. അടുത്തത് ഇവിടെ ടൈപ്പ് ചെയ്തതിലൊരു മിസ്റ്റേക്കാണ്. ഇവിടെ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് ആണ്. ഓൺസെറ്റ് ഓഫ് സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്, സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് ഫാസ്റ്റ് ആയിട്ടായിരിക്കും ടൈപ്പ് 1, ടൈപ്പ് 2 സ്ലോ ആയിട്ടായിരിക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്തായാലും കൊടുത്തിരിക്കണം ടൈപ്പ് 1 കേസിൽ. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസോ ഇൻസുലിൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ് വെച്ച് നമുക്ക് ടൈപ്പ് 2 ട്രീറ്റ് ചെയ്യാൻ സാധിക്കും.
ഇനി ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 1 യൂഷ്വലി ഓവർ വെയ്റ്റ് ആവില്ല, ടൈപ്പ് 2 ഓവർ വെയ്റ്റ് ആയിരിക്കും. പിന്നെ സിവിയർ ഹൈപ്പർ ഗ്ലൈസീമിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 കേസിൽ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ടൈപ്പ് 2 ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർ ഗ്ലൈസീമിക് സ്റ്റേറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് തമ്മിലുള്ള ഡിഫറൻസ് ടേബിളാക്കിയിട്ട് കൊടുത്തതാണ്. ഇനി എപ്പിഡമോളജി ഓഫ് ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് കൂടുതലായിട്ടും ടൈപ്പ് 1-നെക്കാട്ടിലും കാണുന്നത്. അറൗണ്ട് 90% ഓഫ് ആളുകൾക്കും ഈ ഒരു ടൈപ്പ് ഡയബറ്റീസ് ആണ് ഉള്ളത്. UK ഈ ടൈപ്പ് 2 ഡയബറ്റീസ് 2.3 മില്യൺ ആളുകളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 5 ലക്ഷം ആളുകളും അൺഡയഗ്നോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. നോർത്തേൺ യൂറോപ്പിലാണെങ്കിൽ ഈ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ പ്രിവാലൻസ് എന്ന് പറയുന്നത് 0.3% ഇൻ ഇൻഡിവിജ്വൽസ് അണ്ടർ 30 ഇയേഴ്സ് ആണ്. ഇന്ത്യയിൽ 2019 പ്രകാരം 77 മില്യൺ ഇൻഡിവിജ്വൽസിനും ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഏകദേശം ഒരു എപ്പിഡമോളജി ഡയബറ്റീസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇനി തെറാപ്യൂട്ടിക് ഗോൾസ് എന്തൊക്കെയാണ്? ഓൾമോസ്റ്റ് നോർമൽ മെറ്റാബോളിസം അച്ചീവ് ചെയ്യുക, പിന്നെ ഹൈപ്പർ ഗ്ലൈസീമിയൻ്റെ സിംറ്റംസിനെ റിലീവ് ചെയ്യുക, പേഷ്യൻറ്റിന് ഒരു നോർമൽ ലൈഫ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഡയബറ്റീസിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന തെറാപ്യൂട്ടിക് ഗോൾസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്കിതിനെ മാനേജ് ചെയ്യാം? ഒന്നുകിൽ നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് ഉണ്ട്, ഫാർമക്കോളജിക്കൽ മെഷേഴ്സും ഉണ്ട്. നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് ഡയറ്ററി മോഡിഫിക്കേഷൻസ്, റെഗുലർ എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് വെയ്റ്റ് കൺട്രോൾ, സ്മോക്കിങ്ങും ആൽക്കഹോളൊക്കെ അവോയ്ഡ് ചെയ്യുക, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക, ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്നത്. ഇനി ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് ഇൻസഫീഷ്യൻ്റ് ആയിട്ടുള്ള കേസസിൽ ഡ്രഗ് തെറാപ്പി നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഫാർമക്കോളജിക്കൽ മെഷറാണ്. അതേപോലെ പേഷ്യൻസിനെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും അതിലുള്ളൊരു മെത്തേഡാണ്. അടുത്തത് മാനേജ്മെൻറ്റ് അപ്രോച്ച് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കേസിലാണെങ്കിൽ ഇൻസുലിൻ റിക്വയർഡ് ആണെങ്കിൽ ഏർജൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ വേണ്ടത്. ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിൽ ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ ഡയറ്ററി ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്. സിവിയർ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഡ്രഗ് തെറാപ്പി എയർലി ഇനീസിയേഷൻ കൺസിഡർ ചെയ്യേണ്ടത് സിവിയർ ഹൈപ്പർ ഗ്ലൈസീമിയ കാണുകയാണെങ്കിൽ മാത്രമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം അപ്രോച്ച്, മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഡയറ്റ് ഇൻ ഡയബറ്റിസ്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ്. ഡയബറ്റീസിലുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫുഡാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ്, അതായത് സ്റ്റാർച്ച്, ബസുമതി റൈസ്, വോൾ ഗ്രെയിൻ, ബ്രെഡ്, ബീൻസ്, ലെൻറ്റിൽസ് ഒക്കെ. ഫാറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതായത് ടോട്ടൽ ഫാറ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 30% ഓഫ് ടോട്ടൽ എനർജീനെക്കാട്ടിലും കുറവായിരിക്കണം. പിന്നെ ഒലീവ് ഓയിൽ, റാപ്സീഡ് ഓയിൽ, ഗ്രൗണ്ട് നട്ട് ഓയിലൊക്കെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. പിന്നെ സോൾട്ട് എന്ത് ചെയ്യുക, പൊതുവെ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഹൈപ്പർ ടെൻഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാർഡിയോ വാസ്കുലർ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് അഡിക്കേറ്റ് ആയിട്ട് നടന്നിരിക്കണം. സ്ലൈറ്റ്ലി ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലൈസീമിക് കൺട്രോളിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഡയറ്റ് ഇൻ ഡയബറ്റിസ്. ഇനി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ വരുന്നത് വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഒരു ഹെൽത്തി BMI അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സസൈസ്, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, പിന്നെ ആൽക്കഹോൾ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. ഈ ഹൈപ്പോഗ്ലൈസീമിക് റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഡയബറ്റീസിൽ വരുന്ന ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും. ഇനി നമുക്ക് വേണ്ടത് ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് ആണ്. ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ്. ഫസ്റ്റ് എൻഹാൻസ്ഡ് ഇൻസുലിൻ സെക്രീഷൻ ആണെങ്കിൽ KATP ചാനൽ ബ്ലോക്കർ. എക്സാമ്പിളാണ് സൾഫോണൈൽ യൂറിയ, ടോൾ ബ്യൂട്ടമൈഡ്, ഗ്ലിബൻക്ലമൈഡ്. ഫീനൈൽ അലാനിൻ അനലോഗ്സ് ഉണ്ട്, റെപ്പാഗ്ലിനൈഡും നാറ്റിഗ്ലിനൈഡും. ഇനി ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് 4 ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അതാണ് സീറ്റാഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ, സാക്ഷാഗ്ലിപ്റ്റിൻ, അലോഗ്ലിപ്റ്റിൻ, ലീനാഗ്ലിപ്റ്റിൻ എന്നൊക്കെ പറയുന്നത്. അടുത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ബൈഗ്വാനൈഡ്, മെറ്റ്ഫോമിൻ, തൈസോളിഡിൻ, പയോഗ്ലിറ്റസോൺ. കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷനെ റിട്ടാർഡ് ചെയ്യാൻ സാധിക്കുന്ന ഡ്രഗ്സ് ആണ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ്, അകാർബോസ്, മിഗ്ലിറ്റോൾ, വോഗ്ലിബോസ്. മിസലേനിയസ് ഡ്രഗ്സ് ആണ് ഡാപ്പാഗ്ലിഫ്ലോസിൻ, അതേപോലെ ഖാനാഗ്ലിഫ്ലോസിൻ. ഇതൊക്കെയാണ് ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ്. ഇനി ബൈഗ്വാനൈഡ്, മെറ്റ്ഫോമിൻ ആണ് ഓൺലി ബൈഗ്വാനൈഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്.
ഇത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിന് ഫസ്റ്റ് ലൈൻ തെറാപ്പി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സൾഫോണൈൽ യൂറിയ ആയിട്ട് അതിന് സൈനർജിസ്റ്റിക് എഫക്റ്റ് ഉണ്ടായിരിക്കും. സോ നമ്മളത് കോമ്പിനേഷനായിട്ട് കൊടുക്കാറുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന ഡോസ് 500 മില്ലിഗ്രാം ആണ്. വിത്ത് ഫുഡാണ്. അത് ആവശ്യത്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാക്സിമം 1.8 ഗ്രാം പെർ ഡേ ആയിരിക്കും. ഇത് റീനൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഫങ്ഷൻസിന് ഇമ്പയർമെൻ്റ് ഉള്ള ആളുകളിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. സൈഡ് എഫക്ട്സ് ആണ് അനോറെക്സിയ, നോസിയ, അബ്ഡോമിനൽ ഡിസ്കംഫോർട്ട്, ഡയേറിയ. അടുത്തത് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷനെ ഇൻഡസ്റ്റൈനിൽ ഡിലേ ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് അഗാർബോസും മിഗ്ലിറ്റോളും. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മീലിൻ്റെ ഒപ്പമാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് തൈസോൾഡിൻ ഡയോൺ ആണ്. എക്സാമ്പിളാണ് പിയോഗ്ലിറ്റസോണും റോസിഗ്ലിറ്റസോണും. അത് സെക്കൻഡ് ലൈൻ തെറാപ്പി ആയിട്ട് മെറ്റ്ഫോമിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൾഫോണൈൽ യൂറിയയുടെയും മെറ്റ്ഫോമിൻ്റെയും കൂടെ തേർഡ് ലൈൻ തെറാപ്പിയിൽ കോമ്പിനേഷനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ളത് ഇൻസുലിൻ തെറാപ്പിയാണ്. ഓൺലി എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. അതാണ് എന്ത്? ഇൻസുലിൻ. അതായത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിന് ഒരേ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇൻസുലിൻ തെറാപ്പി. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ നമ്മൾ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി വഴിയാണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴി ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെവറൽ ടൈംസ് എ ഡേ. അത് ആൻറ്റീരിയർ അബ്ഡോമിനൽ വാൾ, അപ്പർ ആം അല്ലെങ്കിൽ ഔട്ടർ തൈലോട്ടാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും ഉണ്ട്, റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സും ഉണ്ട്. ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ മീൽ പ്രോപ്പർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് 30 മിനിറ്റ്സ് മുമ്പെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്തിരിക്കണം. എക്സാമ്പിളാണ് റെഗുലർ ഇൻസുലിൻ. റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ബിഫോർ, ഡ്യൂറിങ് ഓർ ഈവൻ ആഫ്റ്റർ മീൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളാണ് ലിസ്പ്രോ. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, വെയിറ്റ് ഗെയിൻ, പെരിഫറൽ എഡീമ, ലോക്കൽ അലർജിക് റിയാക്ഷൻസ്. ഇതൊക്കെയാണ് ഇൻസുലിൻ തെറാപ്പീൻ്റെ സൈഡ് എഫക്ട്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡ്രഗ് തെറാപ്പി ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡയബറ്റിസിൽ പഠിക്കാനുള്ളത്. എന്താണ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് നോക്കി, ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്, ലോങ് ടേം കോംപ്ലിക്കേഷൻസും ക്ലാസിഫിക്കേഷൻസും, അതിൽ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിസിൻ്റെ ഡിഫറൻസ്, എപ്പിഡമോളജി, മാനേജ്മെൻറ്റ്, അതിൻ്റെ തെറാപ്യൂട്ടിക് ഗോൾസ്, മാനേജ്മെൻറ്റ് അപ്രോച്ച്, ഡയറ്റ് ഇൻ ഡയബറ്റിസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ്. അതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇൻസുലിൻ തെറാപ്പിയും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.